കാഞ്ഞിരപ്പള്ളി മണിമല PWD റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ അപാകതയെന്ന ആക്ഷേപവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. ദേശീയപാത 183 നിന്ന് ആരംഭിച്ച് മണിമല മണ്ണനാനിയിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ എത്തുന്നതാണ് റോഡ്. 6.7 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡിന്റെ നവീകരണത്തിന് 85 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. റോഡിന്റെ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിന് സമീപം മുതൽ മണ്ണനാനിക്ക് അടുത്തുവരെയുള്ള 316 മീറ്റർ ദൂരത്തിലെ റോഡിന്റെ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിന് സമീപം മുതൽ മണ്ണനാനിക്ക് അടുത്തുവരെയുള്ള 316 മീറ്റർ ദൂരത്തിലെ റോഡ് നവീകരണത്തിനെതിരെയാണ് പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. 14 മീറ്റർ വീതിയുള്ള റോഡ് ഇപ്പോൾ 10 മീറ്ററായി ചുരുക്കിയിരിക്കുന്നത് സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ സ്ഥലം സംരക്ഷിക്കാനാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ N ജയരാജിന്റെ അറിവോടെയാണ് സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ പുറമ്പോക്ക് നിർത്തിക്കൊണ്ട് റോഡിന് വീതി കൂട്ടാനായി എതിർവശത്ത് നിർമ്മാണം നടക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. WPC 3720/2016 25-063/2016 എന്നിങ്ങനെയുള്ള ഹർജിയിൽ കോടതിയുടെ ഫുൾ ബെഞ്ച് 5/4/2018 ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ വിധിയിലും ഈ പുറമ്പോക്ക് ലാൻഡ് ഒഴിപ്പിച്ചെടുക്കാൻ തന്നെയാണ്. എന്നാൽ നാളിതുവരെയായിട്ടും ഈ പുറമ്പോക്ക് ലാൻഡ് കോടതി പറഞ്ഞിട്ട് പോലും ഒഴിപ്പിച്ചെടുക്കാതെ അവിടെ സംരക്ഷിച്ച് സ്വകാര്യ വ്യക്തിക്ക് സംരക്ഷിച്ചു കൊടുക്കുന്ന നിലപാടാണ് MLA എടുത്തിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ നിലപാട്? ജനങ്ങളെ സേവിക്കേണ്ട ഒരു MLA ചെയ്യേണ്ട നടപടിക്രമമാണോ ഇത്? അദ്ദേഹം ഇത് മറച്ചു വെച്ചുകൊണ്ട് ഈ റോഡിന്റെ അലൈൻമെന്റ് തെറ്റായ രീതിയിൽ മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. KRFB ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സമീപത്ത് താമസിക്കുന്ന പാവങ്ങളായ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് അവിടെ ഒരു ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് ഈ റോഡിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് MLA ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 14 മീറ്റർ വീതി ഉണ്ടാവേണ്ട റോഡ് 10 മീറ്ററായി ചുരുക്കി പണിയാൻ ശ്രമിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണെന്ന് MLA ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ഇവർ പറയുന്നു. സ്വകാര്യ വ്യക്തി കയ്യേറിയ പുറമ്പോക്ക് ഭൂമി കോടതി വിധിയുണ്ടായിട്ടും ഒഴിപ്പിക്കാതെ കരാറുകാരന് വർക്ക് ലോഡ് കുറച്ച് ലാഭം ഉണ്ടാക്കുകയും വിഹിതം കൈപ്പറ്റാനുമാണ് MLA ശ്രമിക്കുന്നതെന്നും സമീപവാസികൾ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.